സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ന്യൂ SSCRT ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിൽ സയൻസിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അതുപോലെ പാഠഭാഗങ്ങൾ നമ്മൾ വിശകലനം ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത് വരുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം അതുപോലെ തന്നെ PSC നടത്തുന്ന ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്നവരും ഈ ചാപ്റ്റർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്തോറും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, മുഴുവൻ ക്ലാസ്സും കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക പദാർത്ഥങ്ങൾ ഏതെല്ലാം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രധാന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയെല്ലാമാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിൽ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ അധ്യായമാണ് ആഹാരത്തിലൂടെ ആരോഗ്യം എന്നത്. അപ്പം അതിലെ ക്വസ്റ്റ്യൻസും കൂടിയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. അടുത്തതായിട്ട് കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാന പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാന പ്രവർത്തനം എന്താണ്? ശരീരത്തിന് ഊർജം നൽകുക എന്നതാണ് കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം ഏതാണ്? കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ അധികമായിട്ട് ലഭിച്ചാൽ എന്ത് സംഭവിക്കും? കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ അധികമായിട്ട് ലഭിച്ചാൽ അവ കൊഴുപ്പായിട്ട് സംഭരിക്കപ്പെടും. അടുത്തത്, അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേര്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, അപ്പോൾ അതിലെ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയണം എന്ന് വയ്ക്കും. അപ്പോൾ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് അയോഡിൻ ടെസ്റ്റ്. അന്നജമുള്ള ഭക്ഷണ വസ്തുക്കളിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏതാണ്? ഇരുണ്ട നീല നിറമാണ്. അന്നജത്തിന്റെ അളവനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അയോഡിൻ ടെസ്റ്റാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അയോഡിൻ ടെസ്റ്റ്. അയോഡിൻ ടെസ്റ്റ് അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. അപ്പം അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ അയോഡിൻ ചേർക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ നിറം മാറുന്നു. അതൊരു ഇരുണ്ട നീല നിറത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിൽ അന്നജത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പം അന്നജത്തിൻ്റെ അളവനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. അന്നജമുള്ള ഭക്ഷണ വസ്തുക്കളിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരുണ്ട നീല നിറമാണ്. അന്നജത്തിന്റെ അളവനുസരിച്ച് ഈ നീല നിറത്തിന്റെ കാഠിന്യത്തിന് വ്യത്യാസമുണ്ടാകുന്നു. അടുത്തത്, ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് ഏത് വിഭാഗത്തിൽ പെടുന്ന വിളകളാണ്? ചെറുധാന്യങ്ങൾ ഏതാണ്? പുല്ലുവർഗത്തിൽ പെടുന്ന വിളകളാണ്. ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽ പെടുന്ന വിളകളാണ്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ പോഷക മൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പൊ റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ചെറുധാന്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വിളകളാണ്? പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകളാണ്. അപ്പൊ ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? 2023 ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് എന്നതും കൂടി ഓർത്തു വെക്കുക. ഇനി അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ.
പിന്നെ കൂടാതെ നാരുകളും. പ്രധാന ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ എന്നിവയെല്ലാം പ്രധാന ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സുകളാണ്. അടുത്തത്, ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏതാണ്? പ്രത്യേകം നോട്ട് ചെയ്യുക, ചോദിച്ചിട്ടുള്ളതാണ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ. മാംസം, മത്സ്യം, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മാംസം, മത്സ്യം, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് കോഷിയോക്കർ, മരാസ്മസ് എന്നിവ. കോഷിയോക്കർ, മരാസ്മസ് എന്നിവ പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായൊരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ പ്രോട്ടീൻ നമുക്ക് ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കോഷിയോക്കർ, മരാസ്മസ് എന്നിവ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ രണ്ട് രോഗങ്ങൾ, കോഷിയോക്കർ, മരാസ്മസ് എന്നിവ എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്? എന്തിൻ്റെതാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്നു. അവിടെ റൈറ്റ് സൈഡിൽ കോഷിയോക്കർ ബാധിച്ച ഒരു കുട്ടിയുടെ ചിത്രം തന്നിരിക്കുന്നു. അപ്പോൾ പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് കോഷിയോക്കർ, മരാസ്മസ് എന്നിവ. അടുത്ത ചോദ്യം, ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ ഏതാണ് കൂടുതൽ ഊർജം നൽകുന്നത്? അപ്പം നമ്മൾ ഒരേ അളവിൽ എന്ത് കഴിക്കുന്നു? പ്രോട്ടീൻ കഴിക്കുന്നു, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, കൊഴുപ്പ് കഴിക്കുന്നു. ഇവയിൽ ഏതാണ് കൂടുതൽ ഊർജം നൽകുന്നത്? കൂടുതൽ ഊർജം നൽകുന്നത് ഏതാണ്? കൊഴുപ്പാണ്. കൊഴുപ്പ്. അപ്പം നമ്മൾ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ ഏതാണ് കൂടുതൽ ഊർജം നൽകുന്നത് എന്ന് ചോദിച്ചാൽ കൊഴുപ്പാണ്. ഈ ചോദ്യവും പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത്, കൊഴുപ്പിന്റെ ഒരു രൂപം എന്താണ്? കൊളസ്ട്രോൾ എന്തിൻ്റെ രൂപമാണ്? ഇത് ചോദിച്ചിട്ടുണ്ട്. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്നത്. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. ഇവിടെ തന്നിരിക്കുന്നു, നോക്കാം. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. നമ്മളിപ്പോൾ പഠിച്ചു. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ എന്ത് സംഭവിക്കും? അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുന്നു. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിറ്റാമിനുകളെ കുറിച്ചാണ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചതാണ് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ. ഇനി വിറ്റാമിൻ ബി തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ ബി അത്യന്താപേക്ഷിതമാണ്. അതുപോലെ വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ സി അത്യാവശ്യമാണ്. അതുപോലെ വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. അപ്പോൾ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും എന്തിനാവശ്യമാണ്? രോഗപ്രതിരോധ ശേഷിക്ക് വിറ്റാമിൻ സി ആവശ്യമാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയും ആവശ്യമാണ്. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. അടുത്തതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ.
തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി എന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ സി ആണ്. അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ സഹായിക്കുന്നതും രോഗപ്രതിരോധ ശേഷി. ഇവിടെയും രോഗപ്രതിരോധ ശേഷി എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ ഡി. നാഡികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ കെ ആണ് മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത്. അടുത്തത്, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശം. വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. അതുപോലെ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? വിറ്റാമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത്. ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ, നമുക്കറിയാം വിറ്റാമിനുകൾ വെള്ളത്തിൽ ലയിക്കുന്നവയുമുണ്ട്, അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവയുമുണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി, സി എന്നിവ. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും എന്തിൽ ലയിക്കുന്നു? വെള്ളത്തിൽ ലയിക്കുന്നു. അതുപോലെ കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. അത് ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയെല്ലാം എന്തിൽ ലയിക്കുന്നു? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ തന്നിരിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നു, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. നമ്മൾ പറഞ്ഞു സൺഷൈൻ വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ എന്ത് സംഭവിക്കുന്നു? ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ എന്നത്. അപ്പോൾ കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥ അറിയപ്പെടുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നാണ്. ഈ രോഗം ഉണ്ടാകുന്നതിന് കാരണം ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയാണ്? വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് ഈ രോഗത്തിലേക്ക് നയിക്കുന്നത്. ഇനി നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. 8 തരം വിറ്റാമിനുകളുടെ കൂട്ടമാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നത്. എത്ര തരം? 8 തരം വിറ്റാമിനുകളുടെ കൂട്ടമാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്. അടുത്തത്, വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുവാൻ സാധിക്കാത്ത വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുവാൻ സാധിക്കാത്ത വിറ്റാമിനുകൾ. കാരണം എന്താണ്? ഈ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു എക്സ്ട്രാ പോയിന്റ് നോട്ട് ചെയ്യുക. സ്കൂളിൽ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ ആ ഒരു സ്കീം WIFS ആഴ്ചയിൽ അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ നൽകുന്ന സ്കീമാണ് WIFS എന്നത്. WIFS. അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹീമോഗ്ലോബിനെ കുറിച്ചാണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിനാണ്. ചുവന്ന രക്താണുക്കളിൽ കാണുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നു. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? കോശങ്ങളിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്.
ഇപ്പം രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അനീമിയ എന്താണ്? രക്തത്തിൽ എന്തിൻ്റെ കുറവാണ് അനീമിയയ്ക്ക് കാരണമാക്കുന്നത്? ഹീമോഗ്ലോബിൻ്റെ കുറവാണ് അനീമിയയ്ക്ക് കാരണമാക്കുന്നത്. അടുത്തതായിട്ട് ഇവിടെ ഡെഫിഷ്യൻസി രോഗങ്ങളാണ് തന്നിരിക്കുന്നത്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്നതാണ് നിശാന്തത. അതുപോലെ വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി അപര്യാപ്തത രോഗമാണ് ഗ്ലോസിറ്റീസ് അഥവാ വായ്പുണ്ണ്. ഗ്ലോസിറ്റീസ്, വായ്പുണ്ണ് എന്നീ രോഗങ്ങൾക്ക് കാരണമാകുന്നത് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തതയാണ്. ഇനി ഗ്ലോസിറ്റീസ് എന്നാൽ എന്താണ്? ഗ്ലോസിറ്റീസ് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഗ്ലോസിറ്റീസ് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് എന്ത്? ഗ്ലോസിറ്റീസ് എന്നത്. നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഗ്ലോസിറ്റീസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ ബിയുടേതാണ്, വിറ്റാമിൻ ബി. അടുത്തത് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ്. മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലേക്ക് പോവാം. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു ഏത്? ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ധാതു ഏതാണ്? അയേൺ അല്ലെങ്കിൽ ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്നത് കാൽഷ്യമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണ് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അയഡിനാണ്. അതുപോലെ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതുവാണ് കാൽഷ്യം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഏത് രോഗം? നിശാന്തത. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്കർവി എന്നത്. സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, ഈ ചോദ്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഗ്ലോസിറ്റീസ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഗ്ലോസിറ്റീസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലം ഇതുണ്ടാകുന്നു അനീമിയ അല്ലെങ്കിൽ വിളർച്ച. രക്തത്തിൽ അയോഡിൻ്റെ കുറവ് മൂലമുണ്ടായാൽ എന്താണ് രോഗമുണ്ടാകുന്നത്? ഗോയിറ്റ്. രക്തത്തിൽ അയോഡിൻ്റെ കുറവ് ഉണ്ടായാൽ വരുന്ന രോഗമാണ് ഗോയിറ്റ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? കാൽഷ്യമാണ്. കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നത്. നമുക്ക് തിരിച്ച് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. നിശാന്തത. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല. ഇനി ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത് ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് എന്ന് ചോദിച്ചാൽ അയണാണ്. ഗോയിറ്റർ ഉണ്ടാകുന്നത് ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അയഡിനാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്നത് ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാൽഷ്യമാണ്. കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്. അനീമിയ ഉണ്ടാകുന്നത് അയണിൻ്റെ കുറവ്,
ഗോയിറ്റർ ഉണ്ടാകുന്നത് അയഡിൻ്റെ കുറവ്, ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ്. ഓസ്റ്റിയോപൊറോസിസ് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഓസ്റ്റിയോപൊറോസിസ് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഗോയിറ്റർ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് എന്താവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. ഇനി സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് എന്താണ്? നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് എന്നിവയിൽ എന്തടങ്ങിയിരിക്കുന്നു? ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ എത്ര ശതമാനമാണ് ജലം എന്ന് ചോദിച്ചാലോ, നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണ്. എത്ര ശതമാനമാണ്? 70% ജലമാണ്. കലോറി. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് കലോറിയാണ്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. കലോറി എന്നത് എന്താണ്? ഭക്ഷണത്തിലെ എന്തിന്റെ അളവ്? ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നമുക്ക് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം 1600 മുതൽ 2000 വരെ കലോറി ഊർജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം 1200 മുതൽ 1400 വരെ കലോറി ഊർജം വേണം. ഓരോ വ്യക്തികൾക്കും ഊർജം ആവശ്യമാണ്. അതിൻ്റെ അളവാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി എന്നത്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? ഒരു പുരുഷന് എന്ന് ചോദിക്കുമ്പോൾ 1900 മുതൽ 2400 വരെ കലോറി ഊർജം ആവശ്യമാണ്. ഒരു സ്ത്രീക്ക് 1600 മുതൽ 2000 കലോറി വരെ ആവശ്യമാണ്. ശാരീരിക അധ്വാനം എന്നതും കൂടി ഓർക്കുക. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് ഒരു ദിവസം 1600 മുതൽ 2000 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഒരു മുതിർന്ന കുട്ടിക്ക് 1200 മുതൽ 1400 വരെ കലോറി ഊർജം ആവശ്യമാണ്. 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഭക്ഷണത്തിലെ അടിസ്ഥാന പോഷക ഘടകം ഏതാണ്? ഭക്ഷണത്തിലെ അടിസ്ഥാന പോഷകമാണ് പോഷക വസ്തുക്കൾ അഥവാ ന്യൂട്രിയൻസ്. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ എന്ത് വിളിക്കുന്നു? ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോന്യൂട്രിയൻസ് അഥവാ സ്ഥൂല പോഷകങ്ങൾ എന്നത് ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങൾ. സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ സ്ഥൂല പോഷകങ്ങൾക്ക് അഥവാ മാക്രോന്യൂട്രിയൻസിന് ഉദാഹരണമാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ നമുക്ക് ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമാണ്. ഇവ എങ്ങനെ അറിയപ്പെടുന്നു? സ്ഥൂല പോഷകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോന്യൂട്രിയൻസ് എന്നത്. സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണമാണ് വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ എന്നിവ. വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ എന്നിവ എന്തിനു ഉദാഹരണമാണ്? സൂക്ഷ്മ പോഷകങ്ങൾക്ക് അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസിന് ഉദാഹരണമാണ്. എന്തൊക്കെ? വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ എന്നിവ. അടുത്തത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? 20%. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരത്തിൻ്റെ 20% പ്രോട്ടീൻ.
പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘുഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 20. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കുവാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നത് എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് ലഭിക്കുന്നത്. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് ലിപ്പോപ്രോട്ടീനുകൾ അഥവാ വാഹക പ്രോട്ടീനുകളാണ്. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് ലിപ്പോപ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളാണ്. കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോപ്രോട്ടീനുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? 2 തരമാണ്, LDL, HDL എന്നിവ. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നതോ HDL ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. പോഷക ഘടകമായി കണക്കാക്കാൻ സാധിക്കാത്തതും എന്നാൽ ശരീരത്തിന് അത്യാവശ്യവുമായ ഒരു ഘടകമാണ് നാരുകൾ. നാരുകൾ എത്ര തരമുണ്ട്? 2 തരം. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളുമുണ്ട്, ലയിക്കാത്ത നാരുകളുമുണ്ട്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഓട്സ്, പരിപ്പ് എന്നിവയിലെ നാരുകളെല്ലാം വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ദഹനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ദഹനം സംഭവിക്കുന്നത്. ഭക്ഷണത്തിലെ അടിസ്ഥാന പോഷക വസ്തുക്കളാണ് എന്ത്? ന്യൂട്രിയൻസ്. ശരീരത്തിന് വേണ്ടതും കൂടുതൽ അളവിൽ ആവശ്യമുള്ളതുമായ പോഷക ഘടകങ്ങളെ സ്ഥൂല പോഷകങ്ങൾ എന്നും കുറഞ്ഞ അളവിൽ നിർബന്ധവുമായും ലഭിക്കേണ്ട പോഷകഘടകങ്ങളെ സൂക്ഷ്മ പോഷകങ്ങൾ എന്നും പറയുന്നു. നമ്മളിപ്പോൾ പഠിച്ചതാണ്. സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ. സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ എന്നിവ. ഇനി പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരഭാഗത്തിൻ്റെ 20% പ്രോട്ടീനാണ്. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ ഉപയോഗിച്ചാണ്. 20 അമിനോ ആസിഡുകളാണുള്ളത് മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമുള്ളത്. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് എത്ര അമിനോ ആസിഡുകളാണ് ആവശ്യമായിട്ടുള്ളത്? 20. ഇതിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നു. ഇവ മനുഷ്യ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡുകൾ നമുക്ക് ലഭിക്കേണ്ടത്. മനുഷ്യന്റെ പോഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഘടകമാണ് പ്രോട്ടീൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നീ ഘടകങ്ങൾ ചേർന്ന ഒരു സങ്കീർണമായ സംയുക്തമാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനിലെ ഘടകങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ചില പ്രോട്ടീനുകളിൽ എന്തടങ്ങിയിരിക്കുന്നു? ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയവയും കാണപ്പെടുന്നു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ അടങ്ങിയ ഉയർന്ന അളവിൽ ഊർജം പ്രദാനം ചെയ്യുന്ന സംയുക്തങ്ങളാണ് കൊഴുപ്പുകൾ. എന്നിരുന്നാലും ഊർജത്തിനു വേണ്ടി പ്രധാനമായും കൊഴുപ്പിനെ ആശ്രയിക്കുന്നില്ല. 20 ഡിഗ്രി താപനിലയിൽ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവ കൊഴുപ്പ് എന്നും ഇതേ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവ എണ്ണ എന്നും അറിയപ്പെടുന്നു. മൃഗക്കൊഴുപ്പുകളാണ് നെയ്യ്, വെണ്ണ, പാൽ, മാംസം, മുട്ട, പാൽക്കട്ടി. സസ്യജന്യ കൊഴുപ്പുകൾ ചില സസ്യങ്ങൾ അവയുടെ വിത്തിൽ കൊഴുപ്പ് സംഭരിക്കാറുണ്ട്. ഉദാഹരണങ്ങൾ നിലക്കടല, കടുക്, എള്ള്, തേങ്ങ. കൊളസ്ട്രോളിന് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നത് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളുടെ സഹായം വേണം. അപ്പം നമ്മൾ നേരത്തെ വായിച്ചതാണ്. കൊളസ്ട്രോളിന് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളുടെ സഹായം വേണം.
ഈ പ്രോട്ടീനുകൾ 2 തരത്തിലുണ്ട്. ലിപ്പോ പ്രോട്ടീനുകൾ 2 തരത്തിലുണ്ട്. അവ LDL ഉം HDL-ഉമാണ്. LDL എന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, HDL എന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. LDL ചീത്ത കൊളസ്ട്രോൾ എന്നും HDL നല്ല കൊളസ്ട്രോളുകൾ എന്നും അറിയപ്പെടുന്നു. പോഷക ഘടകമായി കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് നാരുകൾ. 2 തരം നാരുകളാണുള്ളത്, വെള്ളത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതും. കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഓട്സ്, പരിപ്പ് തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്നത് ജലത്തിൽ ലയിക്കുന്ന നാരുകളാണ്. വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെ മാത്രമേ ഇവ വിഘടിക്കൂ. കൊഴുപ്പിന്റെ ആഗിരണം തടസ്സപ്പെടുത്തി രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ജലത്തിൽ ലയിക്കാത്ത നാരുകൾക്ക് പ്രത്യേകിച്ച് പോഷക മൂല്യമില്ലെങ്കിലും ആരോഗ്യ പരിപാലനത്തിനും ജീവിതശൈലി രോഗനിയന്ത്രണത്തിനും പ്രധാന പങ്കാണ് ഉള്ളത്. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാഗത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? 20%. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘുഘടകങ്ങൾ അമിനോ ആസിഡുകളാണ്. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 20 അമിനോ ആസിഡുകളാണ്. അതിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. അത് മനുഷ്യ ശരീരത്തിന് നിർമ്മിക്കുവാൻ സാധ്യമല്ല. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? ലിപ്പോ പ്രോട്ടീനുകളാണ്. ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളാണ് കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത്. കൊളസ്ട്രോളിന് എത്ര തരം ലിപ്പോ പ്രോട്ടീനുകളായിട്ട് തിരിച്ചിരിക്കുന്നു? 2 തരം. അവ LDL, HDL എന്നിവയാണ്. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. പോഷക ഘടകമായി കണക്കാക്കാൻ സാധിക്കാത്തതും എന്നാൽ ശരീരത്തിന് അത്യാവശ്യമായതുമായ ഒരു ഘടകമാണ് എന്ത്? നാരുകൾ. നാരുകൾ എത്ര തരമുണ്ട്? 2 തരമാണ്. വെള്ളത്തിൽ ലയിക്കുന്നതുണ്ട്, ലയിക്കാത്തവയുണ്ട്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഓട്സ്, പരിപ്പ് തുടങ്ങിയവ. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളുടെ ദഹനം സാധ്യമാകുന്നത് എങ്ങനെയാണ്? വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളുടെ ഒരു പ്രധാന ധർമ്മം എന്താണ്? കൊഴുപ്പിന്റെ ആഗിരണം തടഞ്ഞ് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. വെള്ളത്തിൽ ലയിക്കാത്ത നാരുകളുടെ പ്രാധാന്യം എന്താണ്? ആരോഗ്യ പരിപാലനത്തിനും ജീവിതശൈലി രോഗനിയന്ത്രണത്തിനും സഹായിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചത് 6ാം ക്ലാസ്സിൽ ബേസിക് സയൻസിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ആഹാരത്തിലൂടെ ആരോഗ്യം എന്നത്. ഈ ഒരു അധ്യായത്തിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ അരിച്ചുപെറുക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളാം, കുഴപ്പമില്ല. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്